സാർ, താങ്കളുടെ ഔദ്യോഗിക ജീവിതം അങ്ങ് ആരംഭിച്ചത് സെന്റ് തോമസ് കോളേജിൽ നിന്നാണ് അല്ലെ? സെന്റ് തോമസ് പബ്ലിക് കോളേജ് അല്ല, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി. ഓക്കെ, സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ നിന്നാണല്ലോ. ഇപ്പോൾ താങ്കളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് 2016 അവിടുത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചതിന് ശേഷം സിറിയൻ ജക്കബേറ്റ് പബ്ലിക് സ്കൂൾ എന്ന് വിളിക്കുന്ന ഈ സ്കൂളിലെ അക്കാഡമിക് കൺസൾട്ടന്റ് ആയിട്ട്, അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വരിക. അതുകൂടാതെ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസസ് എന്ന് വിളിക്കുന്ന ഒരു NGO വ്യക്തികൾ, അതിലെ 9 പേരും അധ്യാപകരാണ്. അങ്ങനെ ഒരു വേള പറഞ്ഞാല് പാരിസ്ഥിതിക സ്നേഹമുള്ള, പ്രകൃതിയോട് പ്രതിബദ്ധതയുള്ള എന്ന് വാക്ക് ഉപയോഗിക്കുന്ന തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൺവിക്ഷൻ നന്നായിട്ട് ഉള്ള 10 അധ്യാപകർ ചേർന്ന്, 10 വ്യക്തികൾ ചേർന്ന് ആരംഭിച്ച ഒരു സംഘടനയാണ് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസസ്. ഇന്ന് അതിനെ ടൈസ് എന്ന് പറയുന്ന ഒരു ചുരുക്കപ്പിലാണ് അറിയപ്പെടുന്നത്. ടൈസ്. ഞങ്ങളുടെ ആപ്തവാക്യം ഇതാണ്: ടൈസ് ടൈസ് മൈൻഡ് ആൻഡ് നേച്ചർ. മനുഷ്യനും മനസ്സുമായുള്ള ഏകോപനമാണ് ജീവനും ജീവിതം എന്നുള്ള തിരിച്ചറിവിലാണ് ആ സംഘടന. ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് പ്രവർത്തിച്ചു. അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഞങ്ങൾക്ക് ടൈസ് FPO, അതിന്റെ സഹായത്തോടുകൂടി കൃഷി എന്ന് വിളിക്കുന്നത് ഇന്ന് സമൂഹം ധന്യമായി പോയിട്ടുണ്ടെങ്കിൽ ഫാലോ ലാൻഡുകൾ ഞങ്ങൾ പാട്ടമെടുത്ത് കൃഷി ചെയ്ത് യുവാക്കളെ കൃഷിയിലേക്ക് എത്തിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യങ് ജനറേഷനെ ഫോക്കസ് ചെയ്ത് വരുന്ന തലമുറയുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ഭക്ഷണം, എല്ലാ മനുഷ്യന്റെ ആവശ്യം ഭക്ഷണവും പാർപ്പിടവുമാണ്. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. ഈ 3 ബേസിക് നീഡ്സില് ഇന്നിപ്പോ എല്ലാവരുടെയും വസ്ത്രമുണ്ട്, പാർപ്പിടവുമുണ്ട്. പക്ഷെ ഭക്ഷണം എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തുള്ള സംസ്ഥാനങ്ങൾ സഹായിക്കത്തെങ്കിൽ മാത്രം ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ഭക്ഷ്യ സ്വയം പര്യാപ്തത്തിലേക്ക് നീക്കാനുള്ള ഭാരത സർക്കാരിന്റെ ചില ചിന്താഗതികളൊക്കെ സെൽഫ് സസ്റ്റൈനബിലിറ്റി ഞങ്ങളുടെ ഒരു ഭാഗമാക്കി സ്വീകരിച്ചുകൊണ്ടാണ് ടൈസ് FPO കൂടി ആരംഭിച്ചിട്ടുള്ളത്. അതില് മറ്റൊരു കയ്യില് ഞങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് എല്ലാ അവധിക്കാലങ്ങളിലും 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മാത്രം ഉൾപ്പെടുത്തുന്നു ടൈസ് ജൂനിയർ നാച്ചുറലിസ്റ്റ് പ്രോഗ്രാം. 15 ദിവസമാണ് കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ചേർന്ന് എല്ലാ അവധിക്കാലത്തും ഉള്ളത്. അത് പ്രകൃതിയെ സ്നേഹിക്കുന്നതിലുപരിയായി ഇപ്പോഴത്തെ മഹാവിപത്തായിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്ന് 0 ലെവലിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ ഈ പ്രസ്ഥാനം, ഈ പരിപാടി സഹായിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ടെസ്റ്റിമോണിയൽ ഞങ്ങൾക്ക് തരുന്നത് മാതാപിതാക്കൾ. അത് മാത്രമല്ലല്ലോ, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികളുടെ ഡ്രഗ്സ് ഉപയോഗം. കുഞ്ഞുങ്ങൾ പലതിലേക്കും വഴിതെറ്റി പോവുകയാണ്. ഇങ്ങനെയുള്ള ഓരോരോ നല്ല നല്ല കാര്യങ്ങളിലേക്ക് തിരിയുമ്പോഴത്തേക്ക് തീർച്ചയായും അവരുടെ ശ്രദ്ധയും മാറും, അവരുടെ ജീവിതശൈലി തന്നെ മാറും, പ്രയോറിറ്റി മാറുക. തീർച്ചയായും കണ്ടെത്തിയത് വരുന്ന ദിവസം അസ്വസ്ഥമായിരുന്ന മക്കൾ 15ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് സാറേ 1 മാസത്തേക്ക് നമ്മൾ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യാമെന്നും, മാതാപിതാക്കളെ മൊബൈൽ ഫോൺ ഇല്ലാതെ ഭക്ഷണം കഴിക്കാതിരുന്ന പിള്ളേർക്ക് മൊബൈൽ ഫോൺ എടുത്തു എന്ന് പറയുന്ന തരത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിന് മാറ്റം ഉണ്ടാക്കുന്ന ഒരു അതിമഹത്തായ ഒരു ശുശ്രൂഷയാണ്. ഞങ്ങൾ ഈ ഏപ്രിൽ മാസത്തില് ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ പുതിയ ബാച്ച് ആരംഭിക്കുക. അപ്പൊ എവിടെ നിന്നുള്ള കുട്ടികളായിരിക്കും ഈ പ്രദേശത്ത് ഇവിടെ വെച്ച് അതിന്റെ ഈ വർഷത്തെ പ്രോഗ്രാം നടത്താനായിട്ട് ഞങ്ങളൊന്ന് പരിശ്രമിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് അക്കോമഡേഷൻ ഇല്ല, അത് ഒരു കമ്മ്യൂണിറ്റി ഡേ പ്രോഗ്രാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് കൂടുതലായിട്ട്. അതുകൂടാതെയാണ് ഇതിനൊക്കെ ചേർന്നിട്ടാണ് വേൾഡ് ചാരിറ്റി മിഷൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനവുമായിട്ടുള്ള അതിന്റെ ആവിർഭാവവും ആരംഭവും അതിന്റെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ചേർത്ത് എന്റെ കൂട്ടുകാർ ചോദിക്കും, നീ എങ്ങനെ ഇത് ചെയ്യുന്നു? തീർച്ചയായിട്ടും അതൊരു ചോദ്യമാണ്, എങ്ങനെ സാധിക്കുന്നു താങ്കൾക്ക് ഇത് എന്ന് ചോദിക്കുമ്പോൾ വാസ്തവത്തില് നമുക്ക് മനസ്സ് ഉണ്ടെങ്കിൽ സമയത്തിന് അപ്പോർഷൻ ചെയ്യാൻ ഒരു പ്രയാസവുമില്ല എന്ന് അത് എന്റെ അനുഭവം. ഇമ്പോസിബിൾ എന്ന വാക്കുകൾ തന്നെ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഐ ആം പോസിബിൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വരുന്നത് ഒരു വലിയ സ്ലോഗനാണ്: ലിവ് ഫാസ്റ്റ്, ഡൈ യങ് ആൻഡ് ലീവ് ദ ഗ്രേറ്റ് മെമ്മറീസ് ബിഹൈൻഡ്.
50 വർഷത്തിന് ശേഷം ഞാൻ എന്നോട് ഈ വസ്ത്രം എന്താണെന്ന് എന്നോട് ആരും, ഈ സമൂഹം എന്നോടും ചോദിക്കൂല, ആരോടും ചോദിക്കില്ല. തീർച്ചയായും ഞാൻ ഓടിച്ചു വന്ന കാർ ഏതാണെന്ന് ആരും അന്വേഷിക്കില്ല. കഴിച്ച ഭക്ഷണം എന്താണ് എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ എന്റെ പ്രവൃത്തികളുടെ സമൂഹത്തിന് ഞാൻ എന്ത് നൽകി എന്നുള്ളത് 50 വർഷത്തിനകം സമൂഹം അന്വേഷിച്ചു എന്ന് വരാം. തീർച്ചയായും. ദാറ്റ് സിഗ്നേച്ചർ ഈസ് വാട്ട് ഈസ് ലൈഫ്. How long you live is not important. It is How not do you live is yes, important. the Yes. quality of life is more important. Exactly. അതുകൊണ്ട് തന്നെ എരിഞ്ഞു തീരുന്നത് വരെ ഈ ക്വാളിറ്റിയിൽ നിലനിൽക്കാൻ ദൈവം സഹായിക്കണമേ എന്നാണ് എൻ്റെ ഏക പ്രാർത്ഥന. ഞങ്ങളുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. ഓക്കെ സർ, നമ്മളിപ്പോ വേൾഡ് ചാരിറ്റി മിഷനെ കുറിച്ച് താങ്കൾ പറഞ്ഞുവല്ലോ. വേൾഡ് ചാരിറ്റി മിഷൻ ശരിക്കും വേൾഡ് മൊത്തത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? മൊത്തം വേൾഡിലാണോ അതോ ഇപ്പോൾ കേരളത്തിൽ മാത്രമാണോ? എങ്ങനെയാണ് താങ്കളുടെ? അല്ല, ലോകം മുഴുവൻ. ഞങ്ങൾക്ക് UK-ല് ഞങ്ങൾക്ക് ചാപ്റ്റർ, ഓക്കെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് ചാപ്റ്റർ, ഓക്കെ അമേരിക്കയിൽ ഞങ്ങൾക്ക് ചാപ്റ്റർ. അങ്ങനെ എനിക്ക് തോന്നുന്നു കോണ്ടിനെന്റ്സിലൊക്കെ ചോദിച്ചാൽ ഓൾമോസ്റ്റ് റെപ്രസെന്റേഷൻ എല്ലാ കോണ്ടിനെന്റ്സിലും കൊടുത്തുകൊണ്ടാണ് വേൾഡ് ചാരിറ്റി മിഷൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലുള്ള ആളുകളെ ഇതിലേക്ക് എന്താണ് ചാരിറ്റി മിഷൻ എന്നൊന്ന് അറിയിക്കാനെങ്കിലും സംഭാവനകൾ ലഭിക്കുന്നോ ലഭിക്കുന്നില്ലോ എന്നതിനപ്പുറമായി നമ്മൾ കൊടുക്കുന്ന സേവനം എന്ത് എന്ന ആളുകളിലേക്ക് ഒരു ചെറിയ പോയിന്റാക്കി കൊടുക്കാൻ നമ്മൾ കഴിയുന്നത്. ഇത് നമ്മൾ എപ്പോഴും നമുക്കറിയാം. ആദ്യം അവയർനെസ് ആണ്, അവയർനെസ് നോളജ് ആണ്, അതിൽ നിന്നാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ നിന്നാണ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അവസാനമായിട്ടാണ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് പുതിയ തലമുറയിലേക്കും ഇതിലേക്ക് ആകർഷിക്കപ്പെടാത്ത പഴയ തലമുറയിലേക്കും എന്താണ് വേൾഡ് ചാരിറ്റി മിഷൻ, ഇതിന്റെ തത്വം എന്താണ്, ഇതിൽ കൊടുക്കുന്ന വാല്യൂസ് എന്താണ്, മൂല്യങ്ങൾ എന്താണ്, എന്താണ് എന്ന് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ താല്പര്യമുള്ള ഈ ഇൻഫർമേഷനെ അഥവാ ഈ അവയർനെസ്സിൽ നോളജ് ലെവലിലേക്ക് ഉയർത്തും. അങ്ങനെ ഉയർന്നവരാണ് അത് അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ചാപ്റ്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനപ്പുറമായി ഈ നോളജിൽ നിന്ന് സ്കില്ലിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം. ആ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ അതിനെ സഹായിക്കുന്നത് ഇത് ഒരു അറിവായി നേടിയവരാണ്. അവിടെ എന്താണ് സാർ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസ് അവരുടെ ഫീസ് ഞങ്ങളുടെ അംഗങ്ങൾ അഥവാ ചാരിറ്റി മിഷൻ പ്രവർത്തകർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അനേക മനസ്സുകൾ അവര് ചെറിയ ചെറിയ സംഭാവനകൾ നൽകുന്നത് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഫീസ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങൾ ചെയ്ത് മറ്റൊരു മാതാപിതാക്കൾക്ക് ഫീസ് എത്തിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിനു പകരമായി ഈ പ്രസ്ഥാനമാണ് ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് എന്ന് ഈ ബാംഗ്ലൂരിൽ ഇത് നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ ഉടമകളോട് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഇതൊരു പ്രസ്ഥാനം നടത്തുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് വേണ്ട കൊച്ചു കൊച്ചു ഡിസ്കൗണ്ടുകൾ വരെ അലോ ചെയ്യും. അത് വേൾഡ് ചാരിറ്റി മിഷൻ അടുത്തൊരാളിനെ സഹായിക്കാൻ പറ്റുന്ന ഉപാധിയായി നീക്കിവെക്കലല്ല, അത് ഒരു മൂലധനമായി സ്വീകരിക്കാനുള്ള സാധിച്ചു. അനേകം ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ. സാർ, എന്റെ ഒരു സംശയം, ഇപ്പം യുവാക്കൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സംശയമാണ്. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം ഇപ്പൊ ഒരുപക്ഷെ ഞാൻ പഠിക്കുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അധികം നല്ല ജോലിയുള്ള ആളാവില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമ്പാദ്യം എന്റെ വീടിന് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അതുപോലെ എനിക്ക് സമയമുള്ള ആളാകില്ല. കാരണം കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്ര സമയം മാറ്റിവെക്കാൻ പറ്റും? അദ്ദേഹം രാവിലെ പണിക്ക് പോയി വൈകുന്നേരം വന്ന് കിടന്നുറങ്ങുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്കും ആൾക്കാരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള യുവതലമുറയോട് അങ്ങേക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? അവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ഇപ്പം മാഡം പറഞ്ഞ അനുസരിച്ച് ആളുകൾ ധരിച്ചിട്ടുള്ളത് ചാരിറ്റി എന്ന് വിളിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഔദാര്യങ്ങളാണെന്ന്. അതെ, അതിലപ്പുറമായി എത്ര വലിയ സേവനം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാൻ. എന്റെ അടുത്ത് പറഞ്ഞതുപോലെ പ്രളയം വന്ന കാലത്ത് ഒരാളിനെ തീർച്ചയായിട്ടും കസേരയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മറന്നിട്ടില്ല. കൊടുത്ത പണം, കഴിച്ച ഭക്ഷണം പോയിട്ടില്ല. തന്റെ ജീവനെ രക്ഷിച്ച മനുഷ്യനെ മറക്കുവാൻ കഴിയില്ല. അത്തരത്തില് നമുക്ക് സേവനം ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു നല്ല വാക്കുകൊണ്ട് ഒരാളിന്റെ മുഖത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം, ഒരു സ്മൈൽ എന്ന് പറഞ്ഞ വാക്ക് എന്നും സ്വാധീനമുള്ള വാക്കാണ് ഈ സ്മൈൽ. ഈ ഒരു സ്മൈൽ കൊണ്ട് എത്ര പേർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത്തരത്തില് മെറ്റീരിയൽ മാത്രമല്ലാതെ നമ്മളുടെ പാപം കൊണ്ടും
നമ്മുടെ സേവന സന്നദ്ധത കൊണ്ടും നമ്മുടെ മുഖഭാവം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ പിന്തിരി കൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും നമ്മുടെ സഹവാസം കൊണ്ടും വളരെയേറെ സഹായിക്കാൻ ഈ പത്തുള്ള കാറ്റഗറിയിലുള്ള രണ്ട് യുവാക്കൾ മാഡം ചോദിച്ചില്ലേ കുഞ്ഞുങ്ങളെ പൈസയില്ല, പക്ഷെ അവർ ചെയ്യുന്ന സേവനത്തിനെ മികച്ചവർ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ അതെ കൊടുത്ത പണമൊക്കെ എവിടെ ഒഴിയും, Yes, sir. നിലനിർത്തിയ ജീവൻ, അന്ന് കരം തന്ന കരങ്ങൾ ഒരിക്കലും മറക്കാൻ രണ്ട് സാധിക്കും. ജാസ്തിയും കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേൾഡ് ചാരിറ്റി മിഷനിലേക്ക് ചേരാൻ ഇപ്പോൾ യുവതലമുറയിൽ പലർക്കും ആഗ്രഹമുണ്ടാകും. എന്താണ് സാർ അതിന്റെ പ്രൊസീജിയർ? വേൾഡ് ചാരിറ്റി മിഷനിലേക്ക് ചേരാനായിട്ട് പ്രത്യേക പ്രൊസീജിയറുകളൊന്നുമില്ല. ഒരു ചെറിയ അപേക്ഷാ ഫോമുണ്ട്, അതിന് സാക്ഷ്യപത്രമാണ്. ഓക്കെ ഞാൻ സേവനം ചെയ്യാൻ സന്നദ്ധനാണെന്നുള്ള സാക്ഷ്യപത്രം. അതോടൊപ്പം ചേർന്ന് വാർഷിക വരിസംഖ്യയായിട്ട് എന്തോ ഒരു ചെറിയ 1200 രൂപ ഓളം വരുന്ന ഒരു വാർഷിക വരിസംഖ്യ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്ന് ഒരു ബോധ്യം ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനത്തെ 4 പില്ലേഴ്സിലാണ് വേൾഡ് ചാരിറ്റി മിഷൻ വർക്ക് ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി, ഇന്റഗ്രിറ്റി, അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും കരുതൽ, ഓക്കെ അതോടൊപ്പം തന്നെ പെർസിവറൻസ്. ഈ 4 വാക്കുകളാണ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പെർസീവ് ചെയ്യാത്ത സേവനങ്ങളൊന്നും സേവനങ്ങളായി കരുതാൻ പറ്റില്ല. കഴിയില്ല. അതുകൊണ്ട് പെർസീവറൻസ് ആണ് ഇതിലേക്ക്. അപ്പോൾ യുവാക്കളിൽ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഐ ഹാവ് എ മിഷൻ. എന്റെ ജീവിതത്തിൽ Yes. ഒരു തീർച്ചയായും. ഉണ്ട്, എന്റെ ബാധ്യതയല്ലേ, അതെ അതെ അത് എന്റെ ഉത്തരവാദിത്വമാണ് തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ ഈ പറയുന്ന അപ്പോൾ ഈ മെമ്പർഷിപ്പ് ഫോം എവിടെയാണ്? വെബ്സൈറ്റിൽ അവൈലബിൾ വേൾഡ് ചാരിറ്റി മിഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ വേൾഡ് ചാരിറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ പക്ഷെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം ബേസ് ചെയ്തിട്ടാണ്. വൈമല എന്ന് പറയുന്ന സ്ഥലം പ്രവർത്തിക്കുന്ന മക്കളുണ്ട്. ഞങ്ങളുടെയൊക്കെ ഫോൺ നമ്പറുകളുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ആരെ കോൺടാക്ട് ചെയ്താലും ഏത് സമയത്തും റീച്ച് ഔട്ട്. അവരുടെയൊക്കെ കടന്നു ചെന്ന് പ്രവർത്തിക്കാൻ തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പല സ്ഥലത്തു നിന്നുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്കും ഇപ്പൊ നിങ്ങളുടെ വേൾഡ് ചാരിറ്റി മിഷന്റെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ യുവതി യുവാക്കൾക്ക് അവിടെ വന്ന് നിങ്ങളോടൊപ്പം കൂടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സഹായകമാവുമല്ലോ. ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഓക്കെ ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അതിനെല്ലാം ഞങ്ങൾക്ക് പേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിരന്തരമായി ബന്ധപ്പെട്ടിരിക്കാം. അവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറയുന്ന കോളം ഞങ്ങൾ ബന്ധപ്പെടാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്യുന്ന അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്ത് കൊടുക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പങ്കാളിന് ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് വരികയും അതുമായി ചേരുകയും ചെയ്യാം. ഓൺലൈൻ മീഡിയയുടെ കാലമല്ല, അത് ഞങ്ങൾ നന്നായി ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങൾ അത് ഉപയോഗിക്കുന്നു. പലപ്പോഴും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ അവർ വന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് വിനോദത്തിലായാലും കായിക പരിപാടികളിലായാലും ഒക്കെ അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. സാറിന്റെ വിദ്യാഭ്യാസം എന്താ പറയാ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് അറിയാൻ, ഇംഗ്ലീഷ് കേട്ട് പകച്ചു ബാല്യം എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷ് പഠിക്കണമല്ലോ എന്നോർത്ത് 5ാം ക്ലാസ്സിൽ MGM സ്കൂളിലേക്ക് കടന്നു ചെന്ന ആ കുട്ടി പഠിച്ചത് വളരെ ഉന്നതമായ കോളേജുകളിലായെന്ന് കേട്ടിട്ടുണ്ട്. അതെവിടേക്കാണെന്നൊന്ന് പറയാമോ? തീർച്ചയായും. എനിക്ക് അഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും നൽകി തന്നത് എന്റെ ഡിഗ്രി വിദ്യാഭ്യാസമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അംഗത്വമുള്ള കോളേജുകളിൽ ചങ്ങനാശ്ശേരി സെയിന്റ് ബർട്ട്മൈൽസ് കോളേജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവേള MGM സ്കൂളില് 6ാമത്തെ റാങ്കിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞതായിരിക്കും ST കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. നോർമലി ഏറ്റവും ഡിഫിക്കൽട്ടാണ് അവിടെ അഡ്മിഷൻ. പക്ഷേ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചുമ്മാ നടത്തുന്ന അതിമനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ അഡ്മിഷൻ കിട്ടിയത് അതൊരു ലൈഫ് ചേഞ്ചർ, സത്യം പറയും, ലൈഫ് ചേഞ്ചർ. അവിടെ ലഭിച്ച വിദ്യാഭ്യാസം ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, ദ ഫ്രാഗ്രൻസ് ഓഫ് സെന്റ് മത്സവം എന്നാ പറയാം. സൗരഭ്യം ഇന്നും ഞാൻ നടന്നോട് പറയാം. SBA പഠിച്ച വിദ്യാർത്ഥിക്ക് ഞാൻ ചോദിച്ചത് SBA കൊണ്ടുവരികയാണ്. അപ്പൊ അതേ കൊണ്ടുവരുക ഞങ്ങളുടെ അത് എന്നെ ഒത്തിരി ലാംഗ്വേജ് യൂസിലൊക്കെ ഒത്തിരി സഹായിച്ച ഒരു ഏരിയയാണ് സെയിന്റ്. അതുകൊണ്ട് ഭീതി, ഭയം എന്നുള്ള വാക്കുകളൊക്കെ അവിടെ തന്നെ സ്നേഹിച്ചു. അവിടെ നിന്ന് പിന്നെ ആദ്യം ലഭിച്ചത് എന്റെ സ്കൂളിൽ, MGM സ്കൂളിലാണ്. എന്റെ സ്കൂൾ എന്ന് പറയുമ്പോൾ കാരണം നമ്മുടെ മോൾഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രൂഡ് ചെയ്യുന്നത് ആർക്കത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് ലഭിച്ചതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ജീവിതം മുഴുവൻ പിന്നീട് കടന്നത്.
അതുകൊണ്ട് തന്നെ അക്കാഡമിയിൽ IAS അക്കാഡമിയിൽ ചെന്ന് ട്രെയിനിങ് IAS അക്കാഡമി എവിടുത്തെ? നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനം മുസൂറിലുള്ള സ്ഥാപനം. മുസൂറി ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഡെറാഡൂണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഹിമാലയം കയറുമ്പോൾ മിഡ് ഹിമാലയാസ് ലെസർ ഹിമാലയാസിൽ കാണുന്ന ഒരു അതിമനോഹരമായ ഗ്രാമമാണ്. ഗ്രാമമല്ല, ഒരു ടൗണ് മിസോർ. അവിടെയാണ് നമ്മളുടെ IAS ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ കഴിവിനേക്കാൾ ഉപരിയായി IAS ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സിവിൽ സർവീസ് ഓഫീസേഴ്സിൽ IAS ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനത്തിൽ 3 പ്രാവശ്യം പോയിട്ട് 4 ട്രെയിനിങ് പ്രോഗ്രാമിലെത്തി. എനിക്ക് കഴിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അഹങ്കാരമല്ല, എന്റെ ആത്മവിശ്വാസം. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യങ്ങൾ ചെല്ലുമ്പോൾ 17 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അധ്യാപകരായിരുന്നു ഉണ്ടായിരുന്നു. സയൻസ് ഫോർ റൂറൽ സൊസൈറ്റീസ് എന്ന പ്രോഗ്രാം ചെയ്ത് മാഡം പറഞ്ഞ പോലെ 5 ദിവസം അക്കാഡമിയിലും 6 ദിവസം ഭാരതത്തിലെ ഒരു ഗ്രാമത്തിൽ സോളാപൂർ സിൽക്ക് റോഡ് എന്ന് പറയുന്ന ടാർ റോഡുകൾ ഇല്ലാത്ത ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു സ്കൂളും മാത്രമുള്ള ഒരു ഗ്രാമത്തിൽ 5 ദിവസം താമസിച്ചിട്ട് ഗ്രാമീണർ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് അക്കാഡമിയിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പർപ്പസ്. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ഗ്രൂപ്പിന്റെ ലീഡറും ആ ബാച്ചില് ആദ്യത്തെ 3 ആളുകളിൽ ഒരാളാകുകയും ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് അക്കാഡമി എനിക്ക് അടുത്ത ഓഫർ തന്നു. ഡയറക്ട് ട്രെയിനർ സ്കിൽസ്, ഡിസൈൻ ഓഫ് ട്രെയിനിങ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഈ 3 പ്രോഗ്രാമുകൾക്ക് 2 വർഷമായി ചേരാനുള്ള ഓപ്പർച്യൂണിറ്റി അക്കാഡമിയിലാണ്. അത് ചെലവാകുന്ന മുഴുവൻ ചെലവും അക്കാഡമിയിലാണ് നമുക്ക് വേണ്ടി വച്ചത്. ഒരു കാര്യമാണ് അക്കാഡമി പറഞ്ഞത്, നിങ്ങൾ അധ്യാപകരാണ്, നിങ്ങൾ ഇനിയും പ്രവർത്തിക്കേണ്ടത് ഭാരതത്തിന്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ച നിങ്ങളുടെ അറിവുകളെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന്. കോളേജ് ജീവിതത്തിലും അതിനുശേഷവും യുവാക്കളിലേക്കും യുവതികളിലേക്കും ഞാൻ എന്നെ ഫോക്കസ് ചെയ്തതിന്റെ കരുപിടിപ്പിച്ചു തന്നത് IAS അക്കാഡമിയിലെ പദംവീർ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ ഡയറക്ടർ. അതിനുശേഷം ഹഗായി മിഷൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്. അവരുടെ സ്പോൺസർഷിപ്പോട് കൂടി 26 ദിവസവും അമേരിക്ക മെയിൻലാൻഡിൽ നിന്ന് വിട്ട് ഹവായി ദ്വീപുകളിൽ ഉള്ള മാവി എന്ന് പറയുന്ന ഗ്രാമത്തിൽ 32 രാജ്യങ്ങളിൽ നിന്നുള്ള വേൾഡ് ലീഡേഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കൃത്യമായി പ്രവർത്തിക്കാൻ 26 ദിവസവും ഞങ്ങള് അഡ്വാൻസ് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ പാനൽ ഡിസ്കഷൻസും ഗ്രൂപ്പ് ഡിസ്കഷൻസും ഡിബേറ്റ്സും ഒക്കെ ആയിട്ട് എന്താണ് നേതൃത്വം എന്ന് തിരിച്ചറിയുവാൻ. ആദ്യം ഇംഗ്ലീഷ് വായിക്കുന്നത് എനിക്ക് 32 രാജ്യങ്ങളുള്ള ലീഡേഴ്സുമായിട്ട് ചേർന്ന് സംവാദിക്കുക ഒന്നേരിയൊക്കെ കൊണ്ടുപോയത് ഒരുവേളെ എന്റെ അധ്യാപകരും എന്നെ പ്രചോദിപ്പിച്ച എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും. ഇപ്പൊ കുഞ്ഞുങ്ങൾ ആരും പേടിക്കണ്ട, കാരണം ഇപ്പൊ ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്കൊരു ജോലി കിട്ടുമോ, ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതുന്നവർക്കുള്ള ഒരു പ്രചോദനമാണിത്. അവരോട് സാറിന് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എനിക്ക് ഒന്നേ പറയാൻ, എന്റെ കുഞ്ഞുങ്ങളോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്ന് തിരിച്ചറിയും. യഥാർത്ഥത്തിൽ എന്റെ ഭയം എന്താണെന്ന് തിരിച്ചറിയും. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും അതിനെ ഓവർകം ചെയ്യാൻ യാതൊരു പ്രയാസവും. കാരണം എന്നെ വിൽക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ ഏത് സാധാരണ ആളുകൾ ചെയ്യുന്ന എന്താണ്, വഴിയിൽ കല്ലുകളുണ്ട് ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ വിളിച്ചിരുന്ന് ഇനി ആരാണ് വീഴുന്നത് പറയുന്നത്. ഈ കല്ലെടുത്ത് മാറ്റി വെച്ചാൽ അനേക പേർക്ക് പാചകക്കാൻ നിങ്ങളെ സാധിക്കും. ഇതാണ് വേൾഡ് ചാരിറ്റി മിഷനിലൂടെ, ട്രൈസിലൂടെ, എന്റെ സ്കില്ലിലൂടെ ഒക്കെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് ഒരു തലമുറ ഉണ്ടെന്നുണ്ടെങ്കിൽ സുവർണരേഖ ഒന്നും കടന്നു പോയിട്ടില്ല, ഗ്രേ സൈഡ് ഒന്നുമല്ല യുവാക്കൾക്കുള്ളത്, നല്ല ബ്രൈറ്റ് സൈഡ് ഉണ്ട് എന്നുള്ള എന്റെ തിരിച്ചറിയോടെ എന്നെ കൂടുതൽ പ്രവർത്തിക്കാനാണ് പ്രചോദിപ്പിക്കുന്നത്. This is what I want to share with you. ഓക്കെ സർ, ഇത്രയും എന്താ പറയാ, ഒരുപാട് മേഖലകളിൽ താങ്കൾ പ്രവർത്തിക്കുന്നു. ഈ സമയത്തും ഈ പ്രായത്തിലും
എന്താ പറയാ, ഞങ്ങളൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിക്കും. ഇപ്പോഴും അക്ഷീണ പ്രയത്നം ചെയ്യുകയാണ് താങ്കൾ. പല 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 പ്രവൃത്തി മേഖലകളിലുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത് വളരെ വലുതായിരിക്കും. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് പറയാമോ താങ്കളുടെ ഫാമിലി? തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര അഭിമാനമാണ് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തില് എന്നെ അപ്പത്തെ എന്റെ അമ്മയുടെ അത്ഭുതപ്പെട്ട ആകർഷകമായിട്ടുള്ള ചില പരിപാടികൾ എന്നെ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ കരോട്ടൻ ക്യാമ്പസിൽ ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എറണാകുളത്ത് ചോറ്റാനിക്കരയിൽ മണ്ണഞ്ചേരിൽ എന്ന് പറഞ്ഞ വീട്ടിലുള്ള സുജയെ ഞാൻ കാണുന്നത്, കണ്ടെത്തിയത് നാഷണൽ സർവീസ് സ്കീമിലൂടെ. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ മനോഭാവം ഒരു വേള ഒന്നായിരിക്കണം എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് എഡ്ജായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക ചിന്തകളൊന്നും വേണ്ടിയിരുന്നു. അത് പ്രവൃത്തിയുടെ അന്യോന്യം മനസ്സിലാക്കി. അത് ഇന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സുജ എന്ന് പറയുന്ന എന്റെ ഭാര്യയുടെ പ്രേരണ. നെൽസൺ മടിച്ചിരിക്കേണ്ട ആളല്ല. ഓരോരുമായിട്ട് അത് നമുക്ക് മരിക്കുന്നവരെ ഇപ്പോൾ നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വീട്ടിലെ ഏക മോട്ടോ. ഓക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ മകള് പഠിച്ചത് സ്പീച്ച് ലാംഗ്വേജ് പതോളജി. ഓക്കെ. സമൂഹത്തില് മുന്നിൽ നിൽക്കാത്ത ആളുകളാണല്ലോ ശബ്ദിക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാനും ഒക്കെ പൂർവ്വമാണ്. അവളുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കുറച്ചു കാലത്തെ ഗവേഷണവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതിന്റെ എനിക്ക് തോന്നുന്നു സുജയുടെയും എന്റെയും തീർച്ചയായും പ്രേരണയിലപ്പുറമായി ഞങ്ങൾ പ്രവർത്തനങ്ങൾ കണ്ട് അവൾ ഓപ്റ്റ് ചെയ്തതാണ്. ഞാൻ ഇതിനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോയി. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കുറെ കാര്യം ചെയ്തപ്പോഴത്തേക്കാണ് ഈ കോവിഡ് വന്നിട്ട് അവരുടെ സയൻസിലാണ് വിവാഹിതയായി. അവൾ വിവാഹം കഴിച്ചതും അവളുടെ ചോയ്സ്, അവളുടെ ചോയ്സ്. അങ്ങനെ അവര് രണ്ടുപേരും ഇപ്പോഴും ഇരിക്കുന്നു. മകന് ഈ സ്കൂളിൽ പഠിച്ചിട്ട്, സെന്റ് ജേക്കബേറ്റ് സ്കൂളിൽ പഠിച്ചിട്ട് ട്രിവാൻഡ്രത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അയാളെ ഇപ്പൊ UK-യിലാണ്. ഞാൻ കണ്ടത് ഞങ്ങളുടെ മാർഗം തന്നെ മക്കളും സ്വീകരിച്ചത് ഒത്തിരി സന്തോഷവും. എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ UK-യിലായിരിക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്തുള്ള അവരുടെ സംഘത്തിൽ പഠിച്ച ഒരു മകള് നമ്മൾക്ക് നാമവാദം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല ജീവനത്തിന് വേണം. അവളെ ഇന്ന് ദാനം കൊടുത്തുകൊണ്ടല്ല. ഒരു ചൈനീസ് കഥ കേട്ടതുപോലെ, ഇഫ് യു ഗിവ് എ മാൻ എ ഫിഷ് ഹി ഈറ്റ്സ് ഇറ്റ്. ഇഫ് യു ടീച്ച് ഹിം ഹൗ ടു ഫിഷ് ഹി വിൽ ഡു ഇറ്റ്. എന്ന് പറയുന്നത് പോലെ സ്വന്തമായി ആ കിടക്കയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള വിധത്തിലേക്ക് അതിനെ എക്യുപ്പ് ചെയ്യാൻ ഇന്നും അവരുടെ ഒരു സംഘടനയും ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് ഭയങ്കര സന്തോഷം. ഇതാണ് എന്റെ കുടുംബത്തെ സംബന്ധിച്ച്. എന്റെ അപ്പന് ചിട്ടിയായിരുന്നു. അപ്പം എന്റെ ഫാദർ മരിച്ചപ്പോഴാണ് ഞാൻ എന്റെ അപ്പന്റെ വലിപ്പം തിരിച്ചറിഞ്ഞത്. ഒരാളൊന്നും എന്നോട് പറഞ്ഞത്, ഞാൻ ആകാശമായി മരിച്ചതാണെന്ന് അറിഞ്ഞപ്പോഴെനിക്ക് തോന്നി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഭയങ്കര നന്ദികേടാണ് എന്ന്. അപ്പം കേൾക്കാനത് എന്ന് പറഞ്ഞ എന്റെ 3 മക്കളുടെ കല്യാണത്തിന്റെ കാരണം താങ്കളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു പിതാവിനെ ഓർക്കുമ്പോൾ. പറയുന്നത് ആ ലെജൻഡിന്റെ ഒരു ചെറിയ അംശമാണ് തീർച്ചയായും ഇതിലേക്ക് സംശീകരിച്ചത് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ മാർഗനിർദ്ദേശം നൽകിയത് മറ്റേ കഴിഞ്ഞില്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എന്റെ അപ്പൻ മാത്രമായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കാരണം. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ താങ്കൾ പോലും അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണശേഷമായിരുന്നു എന്നതാണ്. ഇന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ നിശബ്ദമായി ചെയ്യുന്ന പല കാര്യങ്ങളും സമൂഹത്തിലുണ്ടാകും. അതൊന്നും ഒരിക്കലും അറിയപ്പെടുന്നില്ല. അതുപോലെ താങ്കളുടെ കാര്യവും ഞങ്ങൾക്കറിയാം. താങ്കൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിനോട് താങ്കൾ പറയാത്തതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്.
ഇപ്പോഴും താങ്കൾ ഒരു കിഡ്നി കൊടുത്തായിട്ട് ഞങ്ങൾ അറിയുന്നു. പക്ഷെ അതിനെക്കുറിച്ച് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് സംസാരിക്കാൻ ഞാൻ യോഗ്യനാണ്. ഓക്കെ അതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല സർ, കുഴപ്പമില്ല. സംസാര വിഷയമേ അല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. അത് താങ്കൾ എന്നോട് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ അറിഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്നും താങ്കൾ, അതുപോലെ താങ്കൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് പറയരുത്. പറയേണ്ടതല്ല. യെസ്, അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നിസ്വാർത്ഥമായി പല കാര്യങ്ങളും ചെയ്യുന്ന ഇപ്പോൾ താങ്കളാണെങ്കിൽ പോലും നിസ്വാർത്ഥമായി പല കാര്യങ്ങളും ചെയ്യുന്നു. അതിൽ നിന്ന് പലതും ആരും അറിയപ്പെടരുതെന്ന് പോലും താങ്കൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അത് ലഭിക്കുന്നയാള് ആ മനുഷ്യരിൽ എന്താണ് സന്തോഷത്തിന് തീർച്ചയായും. പങ്കാളിയാവാനാണ് എനിക്ക് താല്പര്യം. യെസ്, അതുകൊണ്ട് തന്നെയാണ് അതൊന്നും പറയരുത്. പ്രവർത്തിക്കേണ്ടതെല്ലാം പറയേണ്ടതല്ല. അതെ, തീർച്ചയായും. പറയുന്നതെല്ലാം പ്രവർത്തിച്ചതായിരിക്കണം എന്നുള്ളതാണ്. ഗ്രേറ്റ്, യെസ്, അതാണ്. ചെയ്യുന്നതെല്ലാം പറയണമെന്നല്ല, പറയുന്നതെല്ലാം പ്രവർത്തിച്ചിരിക്കണം. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. അതെ, തീർച്ചയായും. അനേകായിരങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ താങ്കളുടെ ജീവിതം. താങ്കളെ കാണാൻ സാധിച്ചതിന് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. അതുപോലെ അവസാനം ഒരു കാര്യം കൂടെ, നമ്മുടെ വേൾഡ് ചാരിറ്റി മിഷന്റെ യൂട്യൂബ് ചാനലിലൂടെയാണല്ലോ ഇത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവസാനമായി ചിരിച്ച മുഖത്തോടെ എന്താ പറയാ? സ്വന്തം പിതാവിനെ കുറിച്ച് ഓർത്തപ്പോഴത്തേക്ക് ഈർന്നണിഞ്ഞ അങ്ങയുടെ കണ്ണുകൾ ഞാൻ കണ്ടു. അതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു പിതാവിനെ സ്നേഹിക്കുന്ന ഒരു മകനെ എനിക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ട്. ഇന്നത്തെ തലമുറ മാതാപിതാക്കളെ എങ്ങനെ ഒഴിവാക്കാം, ഒരു പ്രായമായി കഴിയുമ്പോൾ ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായി താങ്കളുടെ ജീവിതം തന്നെ എന്താ പറയുക, ഒരു പാഠപുസ്തകമാണ്. ഈ സ്കൂളിൽ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് നാളത്തേക്കുള്ള തലമുറയെ വാർത്തെടുക്കുന്ന അങ്ങേക്ക് ഈ യുവതലമുറയോട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് സർ പറയാനുള്ളത്? ജീവിതം നിരാശയാണ് എന്ന് കരുതുന്ന ഒരു വലിയ വർഗമാണ് തീർച്ചയായും ഇന്നത്തെ യുവതലമുറ. എനിക്ക് തോന്നുന്നു എന്താ എന്നൊരു ചോദ്യത്തിന് ഉത്തരവില്ലാത്ത കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ജീവിതം എന്ന് വിളിക്കുന്നത് അതിമനോഹരമായ ഒരു അനുഭവമാണ്. ജീവിതം സെലിബ്രേഷൻ എന്ന് വിളിക്കുന്നത് അട്ടഹാസങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വീര്യപ്രവൃത്തികളുടെ സമ്മേളനമൊന്നുമാണ്. അതിന് പകരമായിട്ട് അർത്ഥമുള്ളതായി എന്തൊക്കെ മാറ്റിവെക്കാൻ കഴിയുകയില്ല എന്നുള്ള അന്വേഷണമാണ് ജീവിതം എന്നുള്ളത്. അതിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഇന്നത്തെ തലമുറയും സാഹചര്യങ്ങളും നമ്മൾ അനേകമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നും എവിടെയാണ് നമ്മളെ നിർത്തേണ്ടത് എന്നുള്ള ഉൾക്കാഴ്ച ചെറിയ പ്രായത്തിൽ തന്നെ നേടിയെടുക്കാനുള്ള പക്വത നമ്മൾ സംശയിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ സമൂഹത്തിന് നന്മയായിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 വർഷത്തിന് ശേഷം എന്റെ പ്രവൃത്തികൾ മാത്രം അന്വേഷിക്കുന്ന ലോകത്തിലാണ് ഞാൻ കഴിയുന്ന നിങ്ങൾക്ക് കൊടുക്കുന്നത്. അതാണ് മൂല്യമുള്ളത് എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് ഇടയാകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥന. അതിന് മാതാപിതാക്കൾ ഒരു വലിയ ചൂണ്ടുവലയായി നിൽക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ, ഈ പുതിയ തലമുറ നമ്മൾ പറയുന്നതല്ല ശ്രദ്ധിക്കുന്നത്, ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിവോടെ മാതാപിതാക്കൾ മിതത്വം പാലിക്കുന്നുവെങ്കിൽ തലമുറ ശോഭനമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസവും. ഒരു പൈപ്പിലൂടെ ചെളി വരുന്നതല്ല, അതിന്റെ കാരണം അന്വേഷിച്ചാൽ ടാങ്കിലെ ചെളിയാണ് പൈപ്പിലൂടെ വരുന്നത് എന്നൊരു തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ട്. ടാങ്ക് ഞാനാണെങ്കിൽ എന്റെ ചെളിയാണ് പൈപ്പിലൂടെ പുറത്തു വരുന്നത് എന്ന് തിരിച്ചറിയുന്നു, അന്ന് സമൂഹം നന്നാകും. ഇതാണ് എനിക്ക് കൊടുക്കാറുള്ളത്. ഒരു മഹാസമുദ്രത്തെ മുത്തച്ചിപ്പിയാൽ കോരി വറ്റിക്കാം എന്ന വ്യാമോഹമൊന്നും എനിക്കില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ, ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ മെസ്സേജ് വളരെ ഒന്ന് മാത്രമാണ്: ഹൗ ലോങ് വി ലിവ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്, ഹൗ വി ലിവ് ഇസ് ഇമ്പോർട്ടന്റ്. മാതാപിതാക്കളോടും പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഇനി എത്ര കാലം ജീവിച്ചാലും നന്നായി ജീവിക്കുക. വേൾഡ് ചാരിറ്റി മിഷൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ യജ്ഞത്തിൽ പങ്കാളികളാകാം. താങ്ക് യു സോ മച്ച്.